വി ആർ ഓൺ ദ മാർച്ച് ഫോർവേഡ് ടു എ ഹിന്ദു നേഷൻ. അതിനെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഡെമോക്രാറ്റിക് ചിന്തയോ ഒരു ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്സോ നമ്മുടെ രാജ്യത്തിന് ഇന്നില്ല. മോഹൻ ഭാഗവതിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞങ്ങൾ ഈ ടെറർ ബ്ലാസ്റ്റുകളെല്ലാം നടത്തുകയെന്ന് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഓൺ റെക്കോർഡ് പറയുവാണ്. അവർ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അസീമാനന്ദനെ പോയി കാണുന്നതും. And he was very happy that someone was coming and asking him these questions. Congress വന്നോ പോയോ മോഡി വന്നോ പോയോ is irrelevant to this discussion. ഇതൊന്നും ഈ ഡിസ്കഷന് പോയില്ല. അസീമാനന്ദ പറഞ്ഞതുപോലെ ഞാൻ അകത്തിരുന്നാലും ഞാൻ പുറത്തിരുന്നാലും ഈ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടത്തും. അതിനുള്ള ആൾക്കാർ പുറത്തുണ്ട്. അത് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഹിന്ദു ഭീകരവാദം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു സംജോത, മലേഗാവ്, മക്ക മസ്ജിദ് സ്ഫോടനങ്ങൾ. ഇതിലെ മുഖ്യപ്രതി അസീമാനന്ദ കോടതിക്ക് പുറത്ത് ഇക്കാര്യം ആദ്യമായി വെളിപ്പെടുത്തിയത് കാരവാൻ മാഗസിന് നൽകിയ ഇന്റർവ്യൂവിലാണ്. RSS നേതൃത്വവും അസീമാനന്ദയും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നത് മലയാളിയായ മാധ്യമപ്രവർത്തക ലീന ഗീത രഘുനാഥാണ്. ദ ക്യൂവിനോട് ലീന സംസാരിക്കുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അതിന്റെ ടെററിസം വളരെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. സ്വാമി അസീമാനന്ദ അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കി വരുന്നത്. കാരണം ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ജയിലിന് കാവൽ നിൽക്കുന്ന ആൾക്കാർ വരെ എന്നോട് പറയുമായിരുന്നു, പാവം മനുഷ്യനാണ്, അങ്ങനെ എന്തായാലും വിട്ടിട്ട് ഇറങ്ങി വരണം എന്നുള്ള രീതിയിൽ. ഈ പാവം മനുഷ്യനാണെന്ന് അങ്ങനെ മുദ്ര കുത്തുന്നത് അങ്ങനെ ഈ ക്രൈമൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ല. ഈ ക്രൈമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങേര് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ് എന്നുള്ള ഒരു ഉറച്ച ബോധത്തോടു കൂടിയാണ് ഇയാളെ പലരും സപ്പോർട്ട് ചെയ്യുന്നതും ഇയാൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നതും. ആ സപ്പോർട്ട് പൊതുജനത്തിൻ്റെ നടക്കുന്ന മാത്രമല്ല നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നും അയാൾക്കത് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഡെമോക്രസിയുടെ, നമ്മൾ ജീവിക്കുന്ന ഡെമോക്രസിയുടെ ശരിയായ ചിത്രവും. കോൺഫ്ലിക്റ്റിംഗ് ആയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ആ പ്രിസണിലേക്ക് നടന്നു കയറി ചെല്ലുമ്പം പോലും ഞാൻ ഇത്രയ്ക്കും എക്സ്പ്ലോസീവായിട്ടുള്ളൊരു സംഭവം എൻ്റെ മുഖത്തോട്ടേക്ക് അയാൾ എൻ്റെ മുന്നിലേക്ക് വെക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ നമ്മൾ അത് ഡേ ബൈ ഡേ അതിനെ അത്രയും വെറുപ്പ് നമ്മൾ കാണുമ്പോൾ നമ്മളെ അത് ഒരു വിധത്തിൽ നമ്മളെ വല്ലാതെ നമ്മുടെ ഡെമോക്രസിയിലുള്ള വിശ്വാസത്തെയും നമ്മുടെ ജീവിത സത്യങ്ങളെയും എല്ലാം അത് പിടിച്ചു കുലുക്കും. കാരണം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എനിക്ക് എൻ്റെ സ്വന്തം മതത്തിൽ നിന്നുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു എത്തീസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഐ തിങ്ക് ഐ കുഡ് ഹാവ് ഡിസ്റ്റൻസ് മൈസെൽഫ്. പക്ഷേ ഞാൻ അമ്പലത്തിൽ പോകുകയും വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ റിലീജിയൻ കോപ്റ്റ് ചെയ്യുന്ന വിധം ആദ്യമായിട്ട് നേരിൽ കാണുമ്പോൾ അതൊരു ഇച്ചിരി ഷോക്കിംഗ് ആണ്. എന്നെ ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റോറി പഠിപ്പിച്ചു. എന്നെ പറ്റിയും എൻ്റെ രാജ്യത്തെ പറ്റിയും എൻ്റെ മതത്തെ പറ്റിയും എല്ലാം ഉള്ളത്. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിന് തിരിച്ചു വന്ന് ഓരോ ദിവസവും ഈ സ്റ്റോറി കേട്ട് തിരിച്ചു വന്ന് കുറേ നേരം ഇരുന്ന് കരഞ്ഞു തീർത്തിട്ട് ഈ സ്റ്റോറിയുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായിരുന്നു ഒറ്റയ്ക്കിരുന്ന് കരയുക. കാരണം ഫോൺസ് ടാപ്ഡ് ആണോ എന്ന് സംശയമുണ്ട്. ഇന്ത്യയിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, എവ്രി സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഹാസ് ഹെൽപ്ഡ് ദിസ് മാൻ, ഹാസ് ഹെൽപ്ഡ് ദം ഡു ദിസ് ടെററിസം, ഹാസ് ഹെൽപ്ഡ് ഹിം ഗെറ്റ് ഔട്ട് ഫ്രീ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിലെ ഓരോന്നും അയാളെ ഇത് ചെയ്യാൻ സഹായിച്ചു, ഇതിൽ നിന്നും ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാനും സഹായിച്ചു. അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല കറതീർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഭരണാധികാരിയും അമേരിക്കയിലെ ഭരണാധികാരിയും, രണ്ട് ക്രേസി പേഴ്സണാലിറ്റീസ് നയിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരുപാട് നോക്കിയിട്ട് അഭിമാനിച്ചത് ഞാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എണീറ്റ് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളെപ്പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം നടുവൊടിഞ്ഞ് കിടക്കുമല്ല, പക്ഷെ ഇവിടെ എല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും RSS വളരെ കൃത്യമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുടെ അജണ്ടയ്ക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടോ BJP ഭരിച്ചതുകൊണ്ടോ ഒന്നും ആ ഒരു ഇൻഫിൽട്രേഷനിൽ ഒരിക്കലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. വി ആർ ഓൺ ദ മാർച്ച് ഫോർവേഡ് ടു എ ഹിന്ദു നേഷൻ.